ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അതിരാവിലെ നേരത്തെ ഒന്നും എഴുന്നേൽക്കുന്ന സ്വഭാവമൊന്നുമുള്ള ആളൊന്നുമല്ല കേട്ടോ. ഒരു നോർമൽ ടൈമിലൊക്കെയാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്കൊന്നും പോകണ്ട, രാവിലെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ സാധാരണ രാവിലെ തന്നെ യോഗയോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ബാക്കി ജോലികളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്ന ഒരു ശീലം കൂടിയുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലികളിലേക്കും പണികളിലേക്കൊക്കെ പോകാറുള്ളത്. അപ്പോഴേക്കും ഏകദേശം നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടാവും. അപ്പോൾ തുണികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ അങ്ങ് ഇടുകയാണെങ്കിൽ പിന്നെ അതവിടെ കിടന്ന് വാഷ് ചെയ്ത് വന്നോളൂമല്ലോ. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ജനലൊക്കെ വാതിലൊക്കെ തുറന്നിടുക. കാരണം രാവിലത്തെ ഫ്രഷ് എയറൊക്കെ നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോഴായിരിക്കും നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നല്ലൊരു എന്താ പറയുക, ഒരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാ ദിവസവും റുട്ടീൻ ആണത്. എല്ലാ ദിവസവും രാവിലെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കുറേ നാൾ വരെ ഞാനിങ്ങനെ കട്ടൻ ചായ ആയിരുന്നു രാവിലെ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ആ ശീലമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വരികയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് എന്താ പറയുക, നമ്മുടെ കറുവപ്പട്ട പൊടിച്ചിട്ട് അത് പൊടി തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണ് ഇപ്പം ഞാൻ കഴിക്കുന്നത്. അപ്പോൾ കറുവപ്പട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടെയ്നറിലോ ബോക്സിലോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. നമ്മൾ ചായയൊക്കെ കുടിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലതാണ് ഇങ്ങനെ കുടിക്കുന്നത്. അതുകൊണ്ട് അതാണ് രാവിലെ കഴിക്കുന്നത്. ചായ കുടിക്കാനാണ് നമുക്ക് ഇഷ്ടമെങ്കിലും മനഃപൂർവ്വം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ ഇറയത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ പത്രമൊക്കെ ഒന്ന് വായിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് വരാം. അപ്പോൾ പത്രം അങ്ങനെ ഫുള്ളായിട്ട് വായിക്കാനൊന്നും നിൽക്കാറില്ല. ഹെഡ്ലൈൻസൊക്കെ മാത്രം ഒന്ന് ഓടിച്ച് നോക്കും. കാര്യം സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടാനൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പോകാമല്ലോ. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് മുടിയൊക്കെ കെട്ടിവെച്ച് അതൊക്കെ ഒന്ന് തോർത്തി ആ സമയത്ത് ഗാർഡനിലൊക്കെ പോയി ചെടികളൊക്കെ ഒന്ന് നോക്കി അങ്ങനെയുള്ള പെട്ടെന്ന് കാണുന്ന ഡ്രൈ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനത്തെ പണികളൊക്കെ ആ സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കലാത്തിയയുടെ കുറേ ലീവ്സ് ഡ്രൈ ലീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഡ്രൈ ലീവ്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലാണ് പ്ലാന്റ്സ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്തോ പോലെ തോന്നും. കലാത്തിയയ്ക്ക് പ്രത്യേകിച്ചും ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണ്. നല്ല ഭംഗിയായത് കാണാൻ. ഇനിയിപ്പോൾ രാവിലെ പിള്ളേരൊക്കെ പോയി. അപ്പോൾ അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതവർ അടുക്കി പറക്കി ഒതുക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചിക്കു എൻ്റെ ഇവിടെ ഒരു കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാഗസിൻസൊക്കെ വെച്ചിട്ടുള്ള ഏരിയയാണ്.
അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെക്കും. അവനത് ഭംഗിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ അത് അതിൻ്റെ സ്ഥലമല്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ 1-2 ടോയ്സ് മാത്രം ഞാൻ അവിടെ ഇങ്ങനെ വെക്കും. കാരണം എല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും, അമ്മ എന്തിനാ എല്ലാം എടുത്ത് മാറ്റിയെന്ന്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് നേരെയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും രാവിലത്തെ ഫുഡ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുക. നേരത്തെ ടി വി കണ്ടിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടി വി കേടായിപ്പോയി. അപ്പോൾ ഞാൻ മൊബൈലിൽ ഏതെങ്കിലും സിനിമ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളല്ല കേട്ടോ. കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഒരു ഇടിയപ്പോ ഒക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ഉമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക, അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുക, കിച്ചണിനൊക്കെ ക്ലീൻ ചെയ്യുക, പിന്നെ അടിച്ച് തുടയ്ക്കുക, അങ്ങനത്തെ പണികളൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ തുണിയെല്ലാം കഴുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ടെറസിൻ്റെ മേളിലാണ് വിരിച്ചിടുന്നത്. അപ്പോൾ ടെറസിൻ്റെ മേളിൽ റൂഫിങ് ചെയ്തിട്ടുള്ളതാണ്, ഷീറ്റ് മേഞ്ഞ ടെറസാണ്. അപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡനൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അവിടെ എല്ലാം വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുക, ജസ്റ്റ് മുഖത്ത് ക്രീമൊക്കെ ഇടുക, മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടുക, അങ്ങനത്തെ പണികളൊക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാറുള്ളൂ. മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അധികം ജോലികളൊന്നുമില്ല. നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലെല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വാൻഡറിങ് ജൂൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയത്, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ കുറേ കട്ടിങ്സ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ അതിന് വേര് വരും. പെട്ടെന്ന് തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ചെടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് കുറേ അധികം വളർന്ന് നിൽക്കുന്നുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറേ അധികം ചെടികൾ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതെല്ലാം ഒരു ബൗളിൽ വെള്ളത്തിൽ ഇട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇതിൻ്റെ ഒരു പർപ്പിൾ കളറും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ഹാങ്ങിങ്ങിലും വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സിന് ഞാൻ വേറെ കുറച്ച് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികൾ ഉണ്ടാകുമ്പോൾ എല്ലാ ചെടികൾക്കും നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതെല്ലാം ടെറസിൽ ഞാൻ ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഓരോന്ന് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് ഞാൻ ജിഫി ബാഗിൽ കുറേ അധികം കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് ഞാനിങ്ങനെ സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പെപ്പറോമിയ ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഒരു ഉച്ചവരെയുള്ള സമയത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ പണികളൊന്നും അങ്ങനെ പുറത്ത് ചെയ്യാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വായിക്കാനൊക്കെ സമയം കിട്ടാറുണ്ട്. ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വായിക്കുക, എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.